Good morning. Welcome to the new session of Object-Oriented Programming Concepts. Today, I am going to introduce you about the practical session of Java programming. In this session, I am going to deal with how to write, compile and run our first Java program. To create and run Java programs in your computer, you have to install JDK and other tools in your system. We have already studied about JDK in the previous session. If you have not installed JDK in your system, you can use any of the online Java compilers for writing and running your Java code as a temporary solution. When we need to connect our Java programs to the database, we have to use MySQL database as the database management system. So, let's start. For executing the Java program, you need the following things. First, install the JDK in your system. Second, set path of the JDK or bin directory using setpath command. Then, write a Java program in a text editor like Notepad. Then, compile and run the Java program. Then, we have moved to our first Java program. Our first Java program is to print the statement Hello Java. So, let's start. Class symbol. This is the first line of our Java program. Java is a pure object-oriented language. So, every Java program should be write within a class. This is the first line of every Java program. Every Java application must have at least one class definition that consists of class keyword followed by class name. When I say keyword, it means that it should not be changed. We should use it as it is. However, the class name can be anything. Here, I am giving the class name symbol. So, ഏതൊരു Java program start ചെയ്യുമ്പോൾ അതൊരു Java എന്ന് പറയുന്നത് ഒരു പ്യുവർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊരു Java പ്രോഗ്രാമും എഴുതുമ്പോൾ അത് ഒരു ക്ലാസിന്റെ ഉള്ളിലായിരിക്കണം. സോ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡിന് ശേഷം എന്താണോ ക്ലാസ് നെയിം ആ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കും. സാധാരണ ജാവയിൽ ബിൽറ്റ് ഇൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് ക്ലാസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു കീവേഡും ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയറുമാണ്. നിങ്ങൾക്ക് കീവേഡും ഐഡന്റിഫയറും എന്താണ് ഡിഫറൻസ് എന്ന് അറിയണ്ടായിരിക്കും. കീവേഡ് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ് എന്ന് പറയുക. എപ്പോഴും കീവേഡ്സ് സ്മോൾ ലെറ്ററിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനോ ഫംഗ്ഷൻസിനോ വാരിയബിൾസിനോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന നെയിമിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറേ സിൻടാക്സ് കുറേ റൂൾസ് ഉണ്ട്. അതിൽ നമ്പേഴ്സ് ഫസ്റ്റ് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ റൂളുകളുണ്ട്. സ്പേസ് വരാൻ പാടില്ല, എക്സ്ട്രാ ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല, അങ്ങനെ കുറേ റൂളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു നെയിമാണ്. അത് ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും ഒരു ക്ലാസ്സിന് നെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. So, every Java program should be start with a class followed by its class name. Then we move to next line. നമുക്ക് സിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ഇവിടെ ജാവയിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ ജാവ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. സോ നമുക്കിവിടെ ആകെ ഒരു പർപ്പസേ ഉള്ളൂ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഹലോ ജാവ എന്ന് നമ്മുടെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. ഇവിടെ ജാവയിൽ മെയിൻ ഫംഗ്ഷൻ ഷുഡ് ബി റൈറ്റ് ആസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലൂടെയാണ്. സോ മെയിൻ ഫംഗ്ഷൻ്റെ സിൻടാക്സ് ജാവയിലെ മെയിൻ ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ഇവിടെ പബ്ലിക്
എന്ന് പറയുന്നതും സ്റ്റാറ്റിക്കും വോയിഡും എല്ലാം ഓരോ കീവേഡുകളാണ്. ഈ ഓരോ കീവേഡുകൾക്കും ഓരോ പർട്ടിക്കുലർ മീനിങ് ഉണ്ട്. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എപ്പോഴും എഴുതുമ്പോൾ ഇതേ ഒരു ഫോമാറ്റിൽ തന്നെ എഴുതിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇനി ഇവിടെ ഓരോ വേർഡുകളും ഓരോ കീവേഡുകളും എന്താണ് മീൻ ചെയ്യുന്നതാണ്. മെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ കീവേഡുകൾ എന്താണ് മീൻ ചെയ്യണതെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, public keyword. It is an access modifier represents visibility. This makes the main method public, which means that we can call this method from outside class. Then next keyword is static. We do not need to create object for static methods to run. They can run itself. The main method here is called by JVM without creating any object. That is, നമുക്കറിയാം, നിങ്ങൾ യുജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെ കോൾ ചെയ്യാനായിട്ട് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് നെയിം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ സാധാരണ ജാവയിൽ ഒരു മെത്തേഡിനെ കോൾ ചെയ്യുക. പക്ഷേ മെയിൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട മെത്തേഡാണ് മെയിൻ. അപ്പം മെയിനെ നമുക്ക് വിളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒബ്ജക്റ്റുകളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അങ്ങനെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ കോൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്റ്റാറ്റിക്. ഒരു മെത്തേഡിൻ്റെ മുമ്പിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റാറ്റിക് മെത്തേഡ്. ദർ ഈസ് നോ നീഡ് ടു create an object to call a static method. അതുകൊണ്ടാണ് നമ്മൾ മെയിന് എപ്പോഴും സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് കൊടുക്കുന്നത്. കാരണം മെയിൻ നമ്മൾ കോൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് വെച്ചിട്ടല്ല. അതുകൊണ്ട് എപ്പോഴും മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് മെത്തേഡ് ആയിരിക്കും. Then next keyword is void. Void means it is a return type, which means it does not return anything. Okay. Then the parameter inside the main is always written as string args. It is used for command line arguments that are passed as strings. You heard about command line arguments in the previous semester. Command lines arguments എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. മെയിനിൽ നമ്മൾ എപ്പോഴും മെയിനിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് സ്ട്രിങ് ആക്സ് എന്നാണ് കൊടുക്കുക. നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന അവസരങ്ങളിൽ വരുമ്പോഴാണ് ഇവിടെ സ്ട്രിങ് ആക്സിൻ്റെ ഉപയോഗം വരുന്നത്. അത് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എപ്പോഴും മെയിൻ മെത്തേഡ് എഴുതുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ റിട്ടേൺ ആസ് സ്ട്രിങ് ആക്സ്. Then what is a main method? It is the most important method in Java program. This is the method which is executed first, hence all the logic must be inside main method. If a Java class has no main method, it causes compilation error. So clear. Then next we move to the next line. So നമ്മൾ മെയിൻ മെത്തേഡ് എഴുതി. മെയിൻ മെത്തേഡ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്രേസ് മസ്റ്റാണ്. ക്ലാസ് കഴിഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടൻസിന് ബ്രേസ് ഇടുക. ദെൻ അതുപോലെ മെയിൻ മെത്തേഡ് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടൻസിനെ ഒരുമിച്ചാക്കാൻ നമ്മൾ ബ്രേസ് ഇടുക. സോ ബ്രേസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഹലോ ജാവ എന്ന് പ്രിൻ്റ് ചെയ്യാണ്. ജാവയിൽ ഏതെങ്കിലും ഒരു സംഭവത്തിനെ നമ്മുടെ മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് println. That is, println is the method for printing a statement in Java. It is used as system.out.println. That is, system.out.println is a Java statement that prints the argument passed into the system.out, which is the monitor. Okay. Then system is a class in java.lang package. സിസ്റ്റം എന്ന് പറയുന്നത് ജാവയിൽ ഒരുപാട് പാക്കേജുകളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ലാങ് എന്ന് പറഞ്ഞ പാക്കേജ്. ആ പാക്കേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ജാവയുടെ ലൈബ്രറീനെ കുറിച്ചിട്ട്. ജാവയുടെ ലൈബ്രറിയിൽ ഒരുപാട് ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ പാക്കേജുകളുണ്ട്. ജാവ ലൈബ്രറീസ് ഒരുപാട് ബിൽറ്റ് ഇൻ പാക്കേജസ് ഉണ്ട്. ഓരോ പാക്കേജിലും ഒരുപാട് ക്ലാസ്സസും ഇൻ്റർഫേസും ഒക്കെ ഉണ്ട്. അതുപോലത്തെ കുറേ പാക്കേജുകളുണ്ട്. അതിലൊരു പാക്കേജാണ് ലാങ്. ഈ ലാങ്ങിലും അതെ നമ്മൾ പ്രോഗ്രാം ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ലാങ് പാക്കേജിലുള്ള ഒരു ക്ലാസ്സാണ്
സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്ന നമ്മളെപ്പോഴും പ്രിന്റ്ലൻ യൂസ് ചെയ്യുമ്പോൾ പ്രിന്റ്ലൻ എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് ഒരു സംഭവത്തിനെ ജാവയുടെ മോണിറ്ററിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ മോണിറ്ററിൽ വിസിബിൾ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ മെത്തേഡാണ്. ഇപ്പോൾ സിയിലാണെങ്കിൽ നിങ്ങൾ പ്രിന്റ് എഫ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ ജാവയിൽ യൂസ് ചെയ്യണ മെത്തേഡാണ് പ്രിന്റ്. പ്രിന്റ് എന്നുള്ള മെത്തേഡേ ഉള്ളൂ. ln ഈസ് യൂസ്ഡ് ഫോർ ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ln യൂസ് ചെയ്യണത്. അപ്പോൾ പ്രിന്റ് എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് ഒരു പ്രിന്റ് എഫ് പോലെ തന്നെ ജാവയിൽ പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാവ ഒരു പ്യുവർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഫംഗ്ഷൻ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിനുള്ള ഫോമാറ്റാണ് system.out.print. ഇതിൽ സിസ്റ്റം എന്ന് പറയുന്നത് ലാങ് പാക്കേജിലുള്ള ഒരു ക്ലാസ് ആണ്. ആൻഡ് ഔട്ട് ഈസ് എ സ്റ്റാറ്റിക് മെമ്പർ ഫീൽഡ് ഓഫ് ദ സിസ്റ്റം ക്ലാസ് ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രിന്റ് സ്ട്രീം ക്ലാസ്. ഈ സിസ്റ്റം എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ഒരു മെമ്പർ ഫീൽഡാണ് ഔട്ട്. സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് 3 മെമ്പർ ഫീൽഡുകളുണ്ട്. ദാറ്റ് ഈസ് system.out, system.in, system.err. system.out എന്ന് പറയുന്നത് നമുക്ക് മോണിറ്ററിലേക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് system.out എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. system.in എന്ന് പറയുന്നത് കീബോർഡിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും system.err എന്ന് പറയുന്നത് എറർ ഹാൻഡ്ലിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഫീൽഡുകളാണ്. ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് system.out. Then println is a method of print stream class. print stream നമ്മൾ ഒരുപാട് സ്ട്രീമുകൾ ജാവയിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ പ്രിന്റ് സ്ട്രീം എന്ന് പറയുന്ന ഒരു സ്ട്രീം ക്ലാസിൻ്റെ ഒരു മെത്തേഡാണ് println. അപ്പോൾ എപ്പോഴും println യൂസ് ചെയ്യുന്നത് system.out.println എന്നിട്ടുള്ള ഫോമിലാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ലാങ് പാക്കേജിലുള്ള ഒരു ക്ലാസ് ആണ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ക്ലാസ് ആണ്. എവരി ക്ലാസ് ഷുഡ് ബി start with capital letter. So class name should be start with capital letter. ഇവിടെ സിസ്റ്റം എന്ന് എഴുതുമ്പോൾ സിസ്റ്റത്തിൻ്റെ എസ് ക്യാപിറ്റൽ ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ മെമ്പർ ഫീൽഡ് ആണ്, സോ സ്മോൾ ലെറ്റർ മതി. അതുപോലെ തന്നെ ഫങ്ഷൻസ് മെത്തേഡ്സിൻ്റെയും ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആവാൻ ശ്രദ്ധിക്കുക. ക്ലാസിൻ്റെ മാത്രമാണ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവുള്ളൂ. മെത്തേഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റില്ല, കമ്പൈലേഷൻ എറർ വരും. സോ സ്പെല്ലിങ്ങും അതിൽ ഏതൊക്കെയാണ് ക്യാപിറ്റലും സ്മോളും യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കണം. സോ ഇതാണ് system.out.println. പിന്നെ നമുക്ക് വേണ്ട ലാസ്റ്റത്തെ സംഭവം, പിന്നെ പ്രിന്റ്ലന് ശേഷം എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ, സ്ട്രിങ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് വിത്തിൻ ഡബിൾ ഇൻവേർട്ടഡ് കോമ. ദെൻ ലാസ്റ്റ് സെമിക്കോളൻ. എവരി സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവ ഷുഡ് ബി ഫോളോഡ് ബൈ സെമിക്കോളൻ. അത് സിയുടെ പോലെ തന്നെയാണ്, എല്ലാത്തിൻ്റെയും എൻഡിൽ സെമിക്കോളൻ കൊടുക്കണം. ഇത്രയാണ് ഒരു ദെൻ ബ്രേസുകളെല്ലാം അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് ക്ലാസ്, ദെൻ മെയിൻ മെത്തേഡിൻ്റെ സിൻടാക്സ് ഓർക്കുക. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് വരാനുള്ള കമാൻഡാണ് system.out.println. ദെൻ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം. ഓക്കെ, സോ നമ്മൾ ഇനി ആ ഒരു ജാവ പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ കമ്പൈൽ ചെയ്യും, റൺ ചെയ്യും, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. Gedit ആയാലും അല്ലെങ്കിൽ നോട്ട് പാഡ് ആയാലും ഏതാണോ നമ്മൾ യൂസ് ചെയ്യണേ ആ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കോഡ് അതിൻ്റെ ഉള്ളിൽ നോർമലി റൈറ്റ് ചെയ്യുക. ബ്രേസ് എല്ലാം ഇട്ടിട്ട് നോർമലി റൈറ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് അതേ പേര് .java എന്ന് പറഞ്ഞിട്ടായിരിക്കണം ആ പ്രോഗ്രാം നമ്മുടെ കോഡ് സേവ് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രോഗ്രാം ക്ലാസ് നെയിമിന് വ്യത്യാസം വരാൻ പാടില്ല നമ്മുടെ സേവ് ചെയ്യുന്ന നെയിമിന്. അവിടെ സിമ്പിൾ ക്യാപിറ്റൽ ആയിട്ടാണ് കൊടുത്തിരിക്കണമെങ്കിൽ ഇവിടെയും നമ്മൾ സേവ് ചെയ്യുമ്പോൾ simple.java എന്ന് പറഞ്ഞിട്ട് തന്നെ സേവ് ചെയ്യുക. എവിടെയാണോ നമ്മുടെ ഫോൾഡർ, ഏതിപ്പോൾ ഡി ഡ്രൈവിലാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ നമുക്ക് താല്പര്യമുള്ളത് അവിടെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തു, ദെൻ അതിനുശേഷം
സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യാനായിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിലാണ് ജാവ റൺ ചെയ്യുന്നത്. സോ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എവിടെയാണോ നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്ത് ആ ഡയറക്ടറിയിലേക്ക് അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഓൾറെഡി സീൽ ചെയ്ത് ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ ഫോൾഡർ എവിടെയാണോ ആ പാത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യാനുള്ള കമാൻഡാണ് javac simple.java. ദാറ്റ് ഈസ് javac ക്ലാസ് നെയിം .java. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു javac simple.java എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചു തരും. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്തിട്ട് കമ്പൈലേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വി ഗെറ്റ് simple.class എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈറ്റ് കോഡിൻ്റെ ഫയലും കൂടി നമ്മുടെ അതേ ഫോൾഡർ ലൊക്കേഷനിൽ തന്നെ നമുക്ക് വിസിബിൾ ആവും. അതായത് simple.java എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ച ഫോൾഡറിൽ നമ്മുടെ കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ simple.class എന്ന് പറഞ്ഞ ഒരു ഫയലും കൂടി നമുക്ക് അവിടെ വിസിബിൾ ആവും. അപ്പോൾ നമ്മുടെ ബൈറ്റ് കോഡ് റെഡിയായി. ഈ ബൈറ്റ് കോഡാണ് നമ്മൾ പറഞ്ഞത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈ ബൈറ്റ് കോഡിനെ നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും റൺ ചെയ്യാം. ഇനി ബൈറ്റ് കോഡിനെ റൺ ചെയ്യാനുള്ള കമാൻഡാണ് ജാവ. ഈ ജാവാസിയും ജാവയൊക്കെ നമ്മൾ ഓൾറെഡി JDKയിലുള്ള ഡെവലപ്മെൻറ്റ് ടൂൾസ് ആണെന്ന് പറഞ്ഞിട്ട് പഠിക്കലുണ്ടായി. അപ്പോൾ ജാവാസി ഫോർ കമ്പൈലേഷൻ ആൻഡ് ജാവ ഫോർ റണ്ണിങ് ദാറ്റ് ഈസ് ഇൻ്റർപ്രറ്റർ ആണ് ജാവ എന്ന് പറയുന്നത്. റൺ ചെയ്യാനുള്ള കമാൻഡാണ് ജാവ ക്ലാസ് നെയിം. അപ്പോൾ ഇവിടെ സിമ്പിൾ ആണ് ക്ലാസ് നെയിം. സോ ജാവ സിമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കോഡ് എന്താണോ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ ഡിസ്പ്ലേ ആയി ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാനുള്ള സ്റ്റെപ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഞാനൊരു ജാവ ഓൺലൈൻ കമ്പൈലർ വഴിയാണ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ ഒരുപാട് ഓൺലൈൻ കമ്പൈലേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ കോഡ് എഴുതിയതിന് ശേഷം അതിനെ കമ്പൈൽ ചെയ്യാൻ javac simple.java ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞ ക്ലാസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ച് സേവ് ചെയ്തു. ദെൻ javac simple.java വെച്ച് കമ്പൈൽ ചെയ്തു. എറർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. ജാവ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റിസൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ. Then we move to what is the difference between print and println. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ println എന്നുള്ളതാണ് യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞു println യൂസ് ചെയ്യുന്നത് നോർമലി പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ് പ്രിന്റ് എന്നാണ്. println നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ഡിഫറൻസ് കാണിക്കാനാണ്. ഇവിടെ നോക്കൂ, പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹലോ ജാവ പോയിന്റ് നേടി, ഒന്നും കൂടി system.out.print ഹലോ വേൾഡ് നേടി. അപ്പോൾ ഇവിടെ പ്രിന്റ് ln കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹലോ ജാവ പോയിന്റ് എന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലായിട്ട് ഹലോ വേൾഡ് വരുമായിരുന്നു. അതിനാണ് ഇവിടെ println. അതായത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ ലൈനിൽ കഴ്സർ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ println എന്ന് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് എവിടെയാണോ നിന്നത് അവിടെ തന്നെയാണ് കഴ്സർ. അപ്പോൾ സോ അടുത്ത ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ ആ കഴ്സർ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ വന്നിട്ട് ഹലോ വേൾഡും പ്രിന്റ് ചെയ്തു. ഇതാണ് println പ്രിന്റും തമ്മിലുള്ള വ്യത്യാസം. പ്രിന്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ ന്യൂ ലൈൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ println എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഗ്രാം കോഡ് എഴുതിയിട്ട് കമ്പൈൽ ചെയ്യാൻ വേണ്ടി javac class name .java എന്ന് കൊടുക്കും. റൺ ചെയ്യാനായിട്ട് ജാവ ക്ലാസ് നെയിം എന്ന് കൊടുക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജാവ കോഡ് ഉണ്ടാവും. അത് simple.java ആണെങ്കിൽ അതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡിനെ simple.class എന്ന് പറഞ്ഞ കോഡ്. ഇതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി. ഈ simple.classനെ റൺ ചെയ്യണ മെഷീനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു JVM എന്ന് പറഞ്ഞ മെഷീൻ. ആ മെഷീൻ അതിനെ റൺ ചെയ്തിട്ട് we get the result. Okay. Then first Java പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു. ക്ലാസ് എന്താ, പബ്ലിക് എന്താ, സ്റ്റാറ്റിക് എന്താ, വോയിഡ് എന്താ എന്നുള്ളതെല്ലാം നമ്മൾ പറയലുണ്ടായി. ദെൻ system.out.printlnന്റെ ജസ്റ്റ് ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ്, ഈ ക്ലാസ്സിലുള്ള ഒരു ഡാറ്റയാണ്, ഒരു ഫീൽഡാണ് ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ പ്രിന്റ് സ്ട്രീം എന്ന് പറഞ്ഞ ക്ലാസ്സിലും ഉള്ള ഒരു മെത്തേഡാണ് println. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ
ഇവിടെ നമ്മൾ സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രീം പോലെ, ദാറ്റ് ഈസ് ഒരു പൈപ്പ് പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ട്രീം ക്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു രണ്ടും സിസ്റ്റം, ഔട്ട്, പ്രിന്റ്എൽഎൻ ഈ മൂന്നെണ്ണം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഇത്. Okay, now I move to two more simple Java programs. First one, Java program to add two numbers in Java. So, two numbers ne add cheyanalla program. Appo nammal nerthe paranja pole thanne first line class name, class, here I give the name add. Okay, then next main function, public static void main. Then next we need variables in this program, so declare three variables. The variables declaration is same as that of C. So data type, variable name, here we declare three variables a, b and sum. Then assign the values to variable a equal to 10, b equal to 20, then sum equal to a plus b, then printing the result. Here system.out.println എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ നമ്മളിത് പ്രിന്റ് ചെയ്യാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഡബിൾ കോട്ട്സിൽ നമ്മൾ കൊടുക്കും. ഇനി നമുക്ക് വാരിയബിളിന്റെ വാല്യൂ ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കില്ല, പകരം ആ വാരിയബിൾ അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ട് വാരിയബിളിനെ നമ്മൾ ഡബിൾ കോട്ട്സിന്റെ പുറത്താണ് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സംഭവത്തിനും തമ്മിൽ ക്ലബ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ്. ഇവിടെ നടക്കുന്നത് കോൺകാറ്റനേഷൻ ആണ്. ദാറ്റ് ഈസ് ഈ system.out.println എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് എന്തോ അതെല്ലാം അവർ സ്ട്രിംഗ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തത് ഓൾറെഡി ഒരു സ്ട്രിംഗ് ആണ്, രണ്ടാമത് നമ്മൾ കൊടുത്ത സം ഒരു ഇന്റിജർ ആണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ എഴുതുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സ്ട്രിംഗ്. ദെൻ ദേ കോൺകാറ്റനേറ്റ് ബോത്ത് ദ സ്ട്രിംഗ് ആൻഡ് റിസൾട്ട് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഈ system.out.println വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു, ദെൻ ബ്രേസ് വെച്ച് നമ്മൾ ക്ലാസ്സും അവസാനിപ്പിച്ചു, മെയിനും അവസാനിപ്പിച്ചു. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം. നെക്സ്റ്റ് വി മൂവ് ടു വൺ മോർ പ്രോഗ്രാം, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഹൗ ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ യൂസിങ് Java program. First class name, here I give the name sqrt, then brace, then main, public static void main, then I declare two integer, two variables x and y. Here x and y, x is declared as integer and y is declared as double type. Then next line, here it is the statement to find the square root of a number. Here sqrt is a function which is included in the math class. Okay, math class എന്ന് പറയുന്നത് ഒരു ലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലാങ് പാക്കേജ് പറഞ്ഞു, ലാങ് പാക്കേജിലുള്ള ഒരു ക്ലാസ് ആണ് മാത്ത് ക്ലാസ്. ഈ മാത്ത് ക്ലാസ്സിലുള്ള ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആണ് sqrt എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ sqrt കോൾ ചെയ്യുമ്പോൾ math.sqrt എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കണത്. ഇത് നമ്മൾ നേരത്തെ മെയിനിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ sqrt ഒരു സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആണ്. സോ ദർ ഈസ് നോ നീഡ് ടു call with the object വെച്ച് sqrt നെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. we call with the class name. നമ്മൾ ഈ സ്റ്റാറ്റിക് ഫംഗ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, സ്റ്റാറ്റിക് ഫംഗ്ഷനെ ഇവിടെ sqrt എന്ന് പറഞ്ഞ സ്റ്റാറ്റിക് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിന്റെ ക്ലാസ് നെയിം വെച്ചിട്ട് മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് sqrt. സോ വി കോൾഡ് ഇറ്റ് ആസ് math.sqrt. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മാത്ത് എന്ന് പറയുന്ന ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഓൾസോ യൂസ് മാത്ത് എന്ന് പറയുന്നത് ലാങ് എന്ന് പറഞ്ഞ പാക്കേജിലുള്ള ഒരു ക്ലാസ് ആണ്. സോ അതുകൊണ്ട് തന്നെ വി യൂസ് ദ സ്റ്റേറ്റ്മെന്റ് import java.lang.math. ഇത് നമ്മൾക്ക് കമ്പൽസറി അല്ല, കാരണം നമുക്ക് ഈ നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സിയിലും CPP-ലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിനൊക്കെയാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുക. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യണത് മാത്ത് എന്ന് പറയുന്ന ക്ലാസ് ലാങ് എന്ന് പറയുന്ന പാക്കേജിന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത്
കമ്പൈലറിന് ഈ മാത്ത് എന്നും SQRT എന്നുള്ള ടേംസുകളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത്. അതായത് ആ പാക്കേജിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക്, ഇവിടെ നമ്മുടെ പാക്കേജാണ് ലാങ്, ഈ ലാങ് എന്ന് പറഞ്ഞ പാക്കേജിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ പാക്കേജുകളും ജാവ എന്ന് പറഞ്ഞ മെയിൻ പാക്കേജിൻ്റെ ഉള്ളിലാണ്. സോ വി written as java.lang. ഇനി ലാങ് എന്ന് പറഞ്ഞ പാക്കേജിലെ കുറേ ക്ലാസ്സുകളുണ്ട്, അതെല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ് മാത്രമാണ്. സോ അതുകൊണ്ട് നമുക്ക് lang.math എന്ന് കൊടുക്കാം. എല്ലാം ആവശ്യമുണ്ടെങ്കിൽ lang.star എന്നും കൊടുക്കാം. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമുക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ ജാവയുടെ ലാങ് എന്ന് പറഞ്ഞ പാക്കേജ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാമിലേക്ക് അത് ഇമ്പോർട്ട് ആയി വരും. സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കമ്പൽസറി അല്ല. ഇവിടെ java.lang.math എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചില കേസിൽ ഇത് ഇങ്ങനത്തെ ഹെഡർ ഫയൽസ് അവിടെ കൊടുക്കേണ്ടത് കമ്പൽസറി ആണ്. അപ്പോൾ ഈ ഹെഡർ ഫയൽസിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസോ ക്ലാസ്സസോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൈലറിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് java.lang.star എന്നോ അല്ലെങ്കിൽ ആ ക്ലാസ് നെയിമോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഇറ്റ് ഈസ് സിമിലർ ടു #include stdio.h in C. ഓക്കെ, സോ y = math.sqrt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x എന്ന് പറഞ്ഞ വാരിയബിളിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് അതിനെ ഈ yയിലേക്ക് അസൈൻ ചെയ്യുന്നു. ദെൻ വി പ്രിന്റ് ദ സ്റ്റേറ്റ്മെന്റ് system.out.println വെച്ച് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുന്നു. ദെൻ ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് കാണാനുള്ള പ്രോഗ്രാം. ഈ SQRT പോലെ മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് നിങ്ങൾ സിയിലൊക്കെ പഠിച്ച പോലെ തന്നെ സൈൻ കാണാനും കോസ് കാണാനും ഒക്കെ ഒരുപാട് മാത്ത് ഫങ്ഷൻസ് നമുക്ക് മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ലാങ് പാക്കേജിൽ മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് മെത്തേഡ്സ് അവൈലബിൾ ഇൻ ദ മാത്ത് ക്ലാസ്. സോ I am concluding the topic. So thank you.